السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا. اللهم صل وسلم وبارك وأنعم على نبينا وحبيبنا وسيدنا محمد وعلى آله الطيبين الطاهرين وعلى أزواجه الطاهرات أمهات المؤمنين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ സാബിർ സാഹിബ്, അതുപോലെ തന്നെ പ്രിയങ്കരനായ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ഹാഷിം സാഹിബ്, അതുപോലെ നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഹാരിസുലാഹി, അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആദർശ ബന്ധുക്കളായ സഹോദരങ്ങൾ, സഹോദരിമാർ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ രക്ഷയും കരുണയും അനുഗ്രഹവും സദാ വർഷിപ്പിക്കുമാറാവട്ടെ. ഇവിടെ വന്നപ്പോൾ ഞാൻ മുമ്പേ കേട്ടിട്ടുണ്ട്, ഇവിടെ ഒരു ഗൈഡൻസ് സ്കൂളുണ്ട്, അതുപോലെ തന്നെ ദാറുൽ ഖുർആൻ, ഇതൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്ന് കുറേയൊക്കെ നേരിൽ കാണുകയുണ്ടായി. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം തോന്നുന്നു. ഇതിൻ്റെ അണിയറ പ്രവർത്തകന്മാരെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊക്കെ സന്തോഷിക്കാം. കാരണം എപ്പോൾ മരണപ്പെട്ടാലും നിങ്ങളുടെ ബർസഖി ജീവിതത്തിലും ഉഖ്റവിയായ ജീവിതത്തിലുമൊക്കെ ഇതൊക്കെ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. 52 കുട്ടികൾ ഇവിടെ ഈ ദാറുൽ ഖുർആൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഹിഫ്ളിന് പഠിക്കുന്നു എന്ന് ഉള്ളതൊരു ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെ CBSE സിലബസിൽ 10ാം ക്ലാസ് വരെയുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്കൂള്, ഈ മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഇവിടെ ഒരു രഹസ്യം എന്ന് പറയാൻ വേണമെങ്കിൽ, അതായത് ഇപ്പോൾ മലബാറിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ഒരു സ്ഥാപനം ഇപ്പോഴും സ്വപ്നം കണ്ടു കിടക്കുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ്, ഇതൊക്കെ വലിയ അനുഗ്രഹമാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഒരു വടവൃക്ഷമായിട്ട്, ഒരുപാട് കായ്കളും പൂക്കളുമുള്ള ഒരു വലിയ വൃക്ഷമായിട്ട് ഈ മഹത്തായ സ്ഥാപനങ്ങളെ വളർത്തി കൂടുതൽ ഉന്നതിയിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഒരു കാര്യം പറയുകയുണ്ടായി. കേരളത്തിൽ സമസ്ത എന്ന് പറയുന്ന വിഭാഗം അവർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്നു. പക്ഷേ അഹ്ലുൽ ഖുറാഫാത്തി വൽ ബിദ്അ എന്ന് വിശേഷണം നൽകാവുന്ന രൂപത്തിൽ കടുത്ത ശിർക്കും കുഫ്റും ഒക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുണ്ടായി. ചില കാര്യങ്ങളൊക്കെ കേട്ടാൽ ഒരു ഹാസ്യമാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. കാരണം ഈ ആനയുടെ കഥയൊക്കെ പറഞ്ഞല്ലോ, ഈ CM മടവൂരിൻ്റെ കൂടെ ആ വനാന്തരങ്ങളിൽ ഒരു ഹാജിയാരുണ്ടായിരുന്ന, അപ്പോൾ ഹാജിയാർക്ക് ഈ CM മടവൂരിനെ ആന, കൊമ്പനാന, കാട്ടാന എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആക്രമിക്കുമെന്ന് ഭയമായിരുന്നു. ആ സന്ദർഭത്തിൽ CM മടവൂർ പറഞ്ഞു, എന്താ പറയുന്നത്, ആ ആന സുന്നിയാണ് ഹാജിയാരെ, അതുകൊണ്ട് നമ്മളെ ആക്രമിക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ഒരുപാട് പച്ചക്കളവുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാർ ഇതുപോലെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നു? എന്തുകൊണ്ടിങ്ങനെ കള്ളക്കറാമത്തുകൾ പ്രചരിപ്പിക്കുന്നു? അതിന് ഉത്തരം എല്ലാവർക്കും അറിയാം. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പിളർന്ന് തകർന്ന് അങ്ങനെ നശിച്ചു എന്നുള്ളതാണ്.
അതാണ് ഇത്രമാത്രം ഷിർക്കും കുഫറും ബിദഅത്തുകളുമൊക്കെ പ്രചരിപ്പിക്കപ്പെടാൻ ഇടവന്നത് എന്നുള്ളതാണ്. മുജാഹിദ് പ്രസ്ഥാനം തകർന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, അതിൻ്റെ ആദർശം തന്നെ എന്താ? മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയുള്ളൂ. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേകത പറയൂ ആരെങ്കിലും. വെരി ഗുഡ്, വളരെ കൃത്യമായ ഉത്തരമാണ് അദ്ദേഹം പറഞ്ഞത്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടൂ എന്ന് ഈ കേരളക്കരയിൽ പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു മഹത്തായ ഇസ്ലാമിക ആദർശ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ആരാധനക്കർഹനായിക്കൊണ്ട് അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്നുള്ളത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്താ അർത്ഥം? നാഥാ, ഞങ്ങൾ നിന്നെ മാത്രമാണ് ആരാധിക്കുന്നത്, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? പക്ഷേ ഇത് പ്രചരിപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ലേബലിലുള്ള ആളുകൾ എന്താ പറഞ്ഞത്? വിജനമായ പ്രദേശം, മരുഭൂമി എന്ന് സങ്കല്പിക്കുക, ജനങ്ങളില്ല, അങ്ങനെയുള്ള ഒരു വിജനപ്രദേശം. അവിടെ ഒരാൾ സഞ്ചരിക്കുകയാണ്, വഴിയറിയാതെ ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ വഴി അറിയാൻ വേണ്ടിയിട്ട് ആ പ്രദേശത്തുള്ള ജിന്നുകളോട് സഹായം തേടാം. അതാണ് യാ ഇബാദല്ലാ. യാ ഇബാദല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാസന്മാരെ എന്നാ അതിൻ്റെ അർത്ഥം. അഈനൂനി, എന്നെ സഹായിക്കണമേ. എന്തിന്? വഴിയറിയാൻ. ഇത് ആരോടാ പറയുന്നത്? മലക്കുകളോടും ജിന്നുകളോടും. അപ്പോൾ ഇവിടെ ഹാഷിം സാഹിബ് പറഞ്ഞത്, സമസ്തക്കാർ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇസ്ലാമിൻ്റെ വിപരീതം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തൗഹീദിന് പകരം ഷിർക്ക് പ്രചരിപ്പിക്കുന്നു. എന്നാൽ തൗഹീദ് പ്രചരിപ്പിച്ചു വന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ലേബലിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾ ഇന്നെന്താ ചെയ്യുന്നത്? ആ തൗഹീദിന് വിരുദ്ധമായിട്ടുള്ള ഷിർക്ക് അഥവാ ജിന്നുകളെയും മലക്കുകളെയും വിളിച്ച് സഹായം തേടാം എന്നുള്ള കാര്യമാണ് അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരുപാട് അധപ്പതനം. മുജാഹിദ് പ്രസ്ഥാനം കേവലം സംഘടനാപരമായിട്ട് പിളർന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ ആദർശം അത് പല ആളുകളും കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ്. കേരള നദ്വത്തുൽ മുജാഹിദീൻ മർകസുദ് ദഅവ മാത്രമാണ് ഇസ്ലാമിൻ്റെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള യഥാർത്ഥ ഇസ്ലാഹി ആദർശം ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ശക്തമായി കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ജിന്നിനെ വിളിക്കാം എന്നുള്ളത് എന്തെല്ലാം ന്യായീകരണങ്ങൾ, ആ കാര്യത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ പ്രതിഭാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസരംഗത്ത്, ആചാരരംഗത്ത്. സഹോദരങ്ങളെ, ഇവിടെ പറഞ്ഞല്ലോ, അതായത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ എറണാകുളം ജില്ലയിൽ അവിടെ നടന്നിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ അതിൻ്റെ ഒരു സെക്രട്ടറി, അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹം എല്ലാവരും ഐക്യത്തോടുകൂടെ നിലകൊള്ളണം എന്ന് പറയുന്നതിന് വേണ്ടി, ആ ആശയം അണികൾക്ക് നൽകുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. നമുക്ക് വിവിധ ത്വരീക്കത്തുകൾ ആവശ്യമില്ല. നിങ്ങളെല്ലാവരും കേട്ട് കാണുന്നത്. ഓരോ ആളുകളും ഇഷ്ടമുള്ള ആളുകളുടെ ഫാനായിട്ട് ഓരോ ഗ്രൂപ്പുകളായി അങ്ങനെ ത്വരീക്കത്തും മുരീദുമാരും വേണ്ട, നമുക്ക് ഒറ്റ ഇമാമ് മതി, നേരിട്ട് മതി, ഇടയാളന്മാർ ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയണ്ടായി. ഇത് ഇവിടുത്തെ SKSSF അഥവാ EK സമസ്തക്കാരും അതുപോലെ കാന്തപുരം വിഭാഗക്കാരൊക്കെ ശക്തമായി അതിനെ പ്രതിരോധിച്ചു. എന്താ അവർ എതിർക്കുന്നത്? ഇടയാളന്മാരാവാം. അതാണ് SKSSFൻ്റെ സംസ്ഥാന കമ്മിറ്റി ഒരു പോസ്റ്റർ ഇറക്കുണ്ടായി, ഒരു ഹദീസും ഒരു ആയത്തും കൊടുത്തുകൊണ്ട്. അതിൽ വലിയ വെണ്ടക്ക രൂപത്തിലുള്ള വലിയ അക്ഷരങ്ങളിൽ അതിലെഴുതിയത് എന്താ? ഇസ്ലാമിൽ ഇടയാളന്മാരാവാം എന്നായിരുന്നു. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുന്ന മുസ്ലിയാർ
അദ്ദേഹം ഒരു മറുപടി പ്രസംഗം തയ്യാറാക്കിയിട്ട് അതിൽ പറയാ 20ഓളം വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾക്കെതിരാണ് ഇടയാളന്മാർ ആവശ്യമില്ല എന്ന് പറയുന്ന ആ രാഷ്ട്രീയ നേതാവിൻ്റെ പ്രസംഗം എന്നാ. അതായത് 20 ആയത്തുകൾ, വിശുദ്ധ ഖുർആന്റെ 20 സൂക്തങ്ങൾ ഇടയാളന്മാർ വേണം എന്ന് പഠിപ്പിക്കുന്നു എന്നാണ് പേരോട് സഖാഫി പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഇവരുടെയൊക്കെ ഒരു ആ തൊലിക്കട്ടി എന്ന് പറയാറില്ലേ, ചർമ്മ സമ്പത്ത് എന്ന് നമ്മൾ പറയാറില്ലേ, ഇസ്ലാമിൻ്റെ പ്രഖ്യാപനം എന്താ പ്രിയമുള്ളവരെ? ഏകനായ റബ്ബിനോട് എത്ര, ഒരു ഹദീസിൽ കാണാം, ഈ ഭൂമിയോളം തെറ്റ് ചെയ്താലും എന്നിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുകയാണെങ്കിൽ അള്ളാഹു തആല അത് പുറത്തു കൊടുക്കുമെന്നാണ്. ആകാശമുട്ടേ പാപം ചെയ്താലും എന്നിട്ട് അള്ളാഹുവിനോട് പാപമോചനം തേടി തികഞ്ഞ ഏകദൈവ വിശ്വാസിയായിക്കൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹു തആല അത് പുറത്തു കൊടുക്കും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, തീർച്ചയായും അള്ളാഹു സകല പാപങ്ങളും പൊറുക്കും. വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരുണ്ട് പാപങ്ങൾ പൊറുക്കുവാൻ? അപ്പോൾ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ട് പറയാണ്, പഠിപ്പിക്കാണ്, നിങ്ങൾ എത്ര പാപങ്ങൾ ചെയ്താലും തിന്മകൾ ചെയ്താലും എന്നിട്ട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചുകൊണ്ട് നേരെ ചൊവ്വ ജീവിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കുന്ന. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കൽപ്പന, 72-ാം അധ്യായം സൂറത്തുൽ ജിന്ന്, അതിലുള്ള ഒരു സൂക്തം എന്താ? ഖുൽ, നബിയെ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ വ്യക്തമായി കൊണ്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കാൻ, അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കണം. ഇടയാളന്മാരെ സ്വീകരിക്കുക എന്നുള്ളത് ആരുടെ രീതിയാണ്? പറയൂ, ആർക്കാ പറയാൻ പറ്റുക? ഇടയാളന്മാരെ സങ്കല്പിക്കുക, സ്വീകരിക്കുക എന്നുള്ളത് ആരുടെ രീതിയാ? മക്കത്തെ മുശ്രിക്കുകളുടെ രീതിയാണ്. അവര് ലാത്ത, ഉസ്സ, മനാത്ത പോലെയുള്ള മരണപ്പെട്ടു പോയ മഹാത്മാക്കളെയും ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ഒക്കെ ആരാധിച്ചു. എന്നിട്ട് എന്താ അവർ പറഞ്ഞത്? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങളവയെ ആരാധിക്കുന്നത് അവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്നാ. അതായത് ഇടയാളന്മാരെ സ്വീകരിക്കുക എന്നുള്ളത് മക്കത്തെ മുശ്രിക്കുകളുടെ സ്വഭാവമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സ്വഭാവമല്ല, അവരുടെ വിശ്വാസ രീതിയല്ലാതെ. പക്ഷേ ഇന്ന് അഹ്ലു സുന്നത്തിൻ്റെ ആളുകളാണ് എന്ന് ഗീർവാണം നടത്തുന്ന ആളുകൾ, പെരുമ്പറയടിക്കുന്ന ആളുകൾ, അവർ പറയാണ് ഇടയാളന്മാർ വേണം. 20ഓളം വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾക്ക് എതിരാണ് PMA സലാമിൻ്റെ പ്രസംഗം എന്നുള്ളത്. അപ്പോൾ ശുദ്ധമായ അസംബന്ധങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെയാണ് കാലം തേടുന്ന ഇസ്ലാഹി എന്ന് പറയുന്ന നമ്മുടെ ഈ ക്യാമ്പയിൻ്റെ പ്രസക്തി. അതായത് നമ്മൾ ഈ ലോകത്തോട് ഈ രാജ്യത്തോട് പറയുന്ന പ്രഖ്യാപനം എന്താ? തൗഹീദിൻ്റെ കാര്യത്തിൽ, ഏകദൈവ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും നമ്മൾ തയ്യാറില്ല എന്നുള്ളതാണ്. കലർപ്പില്ലാത്ത തൗഹീദ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഇവിടെ പറഞ്ഞല്ലോ CM മടവൂരാണ് ലോകം നിയന്ത്രിക്കണേ എന്ന്. വെറുതെ പറയല്ലേ പ്രിയമുള്ളവരെ. അതായത് CM മടവൂരിനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന ആ സമൂഹം വളരെ ആത്മാർത്ഥമായിക്കൊണ്ടാണ് പറയുന്നത്. അവർ പറയാണ് ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്. മറ്റൊരു മുസ്ലിയാർ പറഞ്ഞു ലോകം നിയന്ത്രിക്കുന്നത് 40 ഔലിയാക്കളാണ്. ആ 40 ഔലിയാക്കളിൽ ഏറ്റവും പ്രമുഖ സ്ഥാനമാണ് കാന്തപുരം ഉസ്താദിന് എന്നുള്ളതാണ്. ഈ രൂപത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളൊക്കെ വായിക്കാറുണ്ട്. ഖുർആൻ എത്രയെത്ര ആയത്തുകളിലാണ് പഠിപ്പിക്കുന്നത്. അതായത് ആകാശങ്ങൾ സൃഷ്ടിച്ചതാരാണെന്ന് ചോദിച്ചാൽ വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശങ്ങളും ഭൂമിയും ആരാണ് സൃഷ്ടിച്ചത് എന്ന് നീ അവരോട് ചോദിച്ചാൽ
അവര് പറയും അല്ലാഹുവാണ് എന്ന് സൂറ യൂനുസിന്റെ 31-ാമത്തെ ആയത്തിൽ കാണാം. അമ്മൻ യംലികു സമഅ വൽ അബ്സ്വാർ, ദൃഷ്ടികൾ, അതുപോലെ കേൾവികൾ, കാഴ്ചകൾ, ഇതൊക്കെ ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, നിർജീവമായ വസ്തുവിൽ നിന്ന് ജീവനുള്ളതിനെ ആരാണ് പുറത്തു കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ, അതുപോലെ ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെ ആരാണ് പുറത്തു കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ വമൻ യുദബ്ബിറുൽ അംർ, ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, ലോകം ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഫസയഖൂലൂനല്ലാഹ്, അവര് പറയും അല്ലാഹുവാണെന്ന് പറയുന്ന. ഓർക്കണം, ഇതാരുടെ വിശ്വാസ? മക്കത്തെ മുശ്രിക്കുകൾ അള്ളയാണെന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇവർ പറയാണ് CM മടവൂരാണെന്ന്. എത്രമാത്രം വ്യതിചലിച്ചു പോയിട്ടുണ്ട്. അതായത് മക്കത്തെ മുശ്രിക്കുകളെക്കാൾ അവർ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ വന്നിരുന്നല്ലോ. മക്കത്തെ മുശ്രിക്കുകൾ കഅബൻ തവാഫ് ചെയ്തിരുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീകൻ ഇല്ലാ ഹുവ ശരീക് തംലികുഹു വമാ മലക് എന്നിങ്ങനെയുള്ള ഒരു തൽബിയത്ത് തന്നെ അവർക്കുണ്ടായിരുന്നു. നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, ഇല്ലാ ശരീകൻ, ഒരു പങ്കാളി ഒഴികെ. ആ പങ്കാളി എന്ന് പറയുന്നത് തംലികുഹു വമാ മലക്, അവനെയും അവൻ ഉടമപ്പെടുത്തുന്നതിനെയും നീ ഉടമപ്പെടുത്തുന്നു എന്ന് അല്ലാഹുവിനോട് അവർ പറയാണ്. അപ്പം അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു മക്കത്തെ മുശ്രിക്കുകൾക്ക്. പിന്നെ എന്തുകൊണ്ടാണ് മക്കത്തെ ആ ആളുകൾ മുശ്രിക്കുകളായി തീർന്നത്? അതാണ് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. അവർ മുശ്രിക്കുകളാകാനുള്ള കാരണം അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, അവർ അള്ളാഹുവിനെ ആരാധിക്കാത്തത് കൊണ്ടല്ല. ബദർ യുദ്ധത്തിന് പോയപ്പോൾ അവരെന്താ പ്രാർത്ഥിച്ചത്? കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചല്ലോ, അള്ളാഹുവേ സത്യത്തിൻ്റെ അഖിലുകാരെ നീ വിജയിപ്പിക്കണമേ എന്ന്. ആരാ പ്രാർത്ഥിച്ചത്? അബൂജഹലാ പ്രാർത്ഥിച്ചത്. അപ്പോൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിരുന്നു. അള്ളാഹുവിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, കഅബൻ തവാഫ് ചെയ്തിരുന്നു. പക്ഷേ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ അവർക്ക് വീഴ്ച പറ്റി. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ലോകത്തുള്ള അമ്പിയാക്കളും അതുപോലെ മുർസലീങ്ങളും അതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലവർക്ക് തെറ്റുപറ്റി എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, നേരത്തെ പറഞ്ഞല്ലോ, SKSSF എന്ന് പറയുന്ന ആ സമസ്ത വിഭാഗത്തിൻ്റെ ആളുകൾ സംഘടന, അവർ ഒരു ഹദീസ് ആ പോസ്റ്ററിൽ കൊടുത്തു. എന്താ ഹദീസ്? അതായത് മഴയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രവാചകനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരുന്നു. മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിന് പ്രവാചകൻ ഞങ്ങൾക്ക് ഇമാമ നിന്നിരുന്നു. പ്രവാചകൻ്റെ വിയോഗശേഷം പ്രവാചകൻ്റെ പിതൃ സഹോദരനായിട്ടുള്ള അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങൾ ഇമാമ നിർത്തുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന, ഒരു സംഭവം, അത് പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് ഇവർ ഇടയാളന്മാരെ ആവാം, ഇടയാളന്മാർ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അതെന്താ ദുർവ്യാഖ്യാനം ചെയ്യാൻ. നിങ്ങൾ നോക്കൂ, അള്ളാഹിൻ്റെ റസൂല് മദീന പള്ളിയിൽ മിമ്പറിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഗ്രാമീണവാസിയായിട്ടുള്ള ഒരു അറബി വരുന്നത്. അദ്ദേഹം പറഞ്ഞു, റസൂലല്ലാ, പ്രവാചകരെ, ഹലക്കത്തിൽ മാൽ, സമ്പത്തൊക്കെ നശിച്ചു, അതുപോലെ ഈ വജാഅൽ അയാൽ, കുട്ടികൾക്കൊക്കെ വിശപ്പനുഭവിക്കുന്നു, എല്ലാ കന്നുകാലികളും അതൊക്കെ തന്നെയും ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുന്നു, കൃഷികൾ, സസ്യലതാദികൾ അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മഴയ്ക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ള പ്രാർത്ഥിച്ചു. അതുപോലെ മഴ നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. മഴ നിൽക്കാൻ വേണ്ടി റസൂലുള്ള പ്രാർത്ഥിച്ചു. അപ്പോൾ അതുപോലെ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിന് അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം കൊടുത്തു. ഇതൊന്നും തെറ്റായ കാര്യമില്ല. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ നോക്കൂ, ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഈമാനുള്ള തഖ്വയുള്ള ഒരാളോട് എനിക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയാൻ പറ്റും. അത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമാണ്. ഒരാൾ ഹജ്ജിന് പോവുകയാണ്,
അല്ലെങ്കിൽ ഉംറക്ക് പോവുകയാണ്, അദ്ദേഹത്തിനോട് നമുക്കെന്ത് പറയാം? നിങ്ങൾ എനിക്ക് വേണ്ടി പിന്നെ തവാഫിൻ്റെ വേളയിൽ അല്ലെങ്കിൽ അറഫയിൽ ഒക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഹജ്ജിൻ്റെ വിവിധ സന്ദർഭങ്ങളിൽ സഫയിൽ മർവയിൽ ഒക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നമുക്ക് ആവശ്യപ്പെടുന്നതിന് കുഴപ്പമില്ല. അത് ഇടയാളന്മാരാക്കല്ല. പക്ഷെ ആ സംഭവം വെച്ചിട്ട് ഇവരെന്താ പറയുന്നത്? ഈ മമ്പുറം തങ്ങൾ, അതുപോലെ അബ്ദുൽ ഖാദർ ജീലാനി, അതുപോലെ ഓച്ചിറ ഉപ്പാപ്പ, ഉള്ളാള തങ്ങൾ, ഭീമാപള്ളി ബീവി, ഇങ്ങനെയുള്ള ഒരുപാട് ജാറങ്ങളിലും ദർഗകളിലും കിടക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുള്ള അത്തരം മഹാത്മാക്കളെ ഇടയാളന്മാരാക്കാം എന്നാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹദീസിൽ എന്താ? ജീവനുള്ള നബിയോട് ഞങ്ങൾക്കിതാ മഴയില്ല, ഭൂമിയൊക്കെ വറ്റി വരണ്ടു, കൃഷി നശിച്ചു, അതുകൊണ്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നബിയോട് നേർക്കുനേരെ പറഞ്ഞ സംഭവം പറഞ്ഞുകൊണ്ടാണ് മരണപ്പെട്ട് ഈ ജാറങ്ങളിൽ കിടക്കുന്ന, ദർഗകളിൽ കിടക്കുന്ന ആ മൺമറഞ്ഞു പോയ മഹാത്മാക്കളെ ഇടയാളന്മാരാക്കാൻ വേണ്ടി പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ശുദ്ധമായ ദുർവ്യാഖ്യാനമാണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, എപ്പോഴും പറയാറുള്ളൊരു വചനം, 4-ാം അധ്യായം സൂറത്തു നിസായിൽ 64-ാമത്തെ വചനം, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഇവരെപ്പോഴും പറയാറുണ്ട് മരണപ്പെട്ട നബിയോട് തേടാം എന്നുള്ളതിന് തെളിവായിട്ട്. സഹോദരങ്ങളെ, നമ്മൾ ഒരായത്ത് കിട്ടിയാൽ എന്താണ് അതിൻ്റെ അർത്ഥം, അതിൻ്റെ ശേഷം എന്താണ് പറയുന്നത്, അതിൻ്റെ മുമ്പ് എന്താണ് പറയുന്നത്, ആ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം എന്ത്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യത്തിൽ ഈ ആയത്തിൻ്റെ ഉദ്ദേശം എന്താ? അതായത് ഇമാം റാസി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ കബീറിൽ ഈ ആയത്ത് ഏത് പശ്ചാത്തലത്തിലാണെന്ന് പറയുന്നുണ്ട്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മുസ്ലിങ്ങളായി അഭിനയിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്കെന്താ പറയുക? അതേ, മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ. ഈ കപടവിശ്വാസികൾ എന്ത് ചെയ്തു? അവർ നബിയുടെ അടുക്കൽ വന്നിട്ട് ഒരു കാര്യത്തിൽ വിധി ചോദിച്ചാൽ നബി സത്യസന്ധമായി പറയും. അപ്പോൾ ഈ കപടവിശ്വാസികൾക്കെതിരായി വിധി പറയും. അപ്പോൾ അത് ഭയന്നുകൊണ്ട് അവരെന്ത് ചെയ്തു? ജൂത സമൂഹത്തിലെ നേതാക്കന്മാരോട് പോയി വിധി തേടി. അത് പ്രവാചകന് വിഷമമുണ്ടാക്കി. പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകനോട് വിധി തേടാതെ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ജൂത നേതാക്കന്മാരുടെ അടുക്കലേക്ക് പോകുമ്പോൾ നബിക്ക് വിഷമമുണ്ടാവൂലേ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? അവർക്ക് തൗബ കിട്ടണമെങ്കിൽ, അവരുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അവർ നബിയുടെ അടുക്കൽ വരണം. എന്നിട്ട് നബിയോട് തങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ള ആ ഖേദം, ആ ദുഃഖം, വിഷമം അറിയിക്കണം. എന്നിട്ട് അവർ അള്ളാഹിനോട് പശ്ചാത്തപിക്കണം. റസൂലും അവർക്ക് വേണ്ടി അള്ളാഹിനോട് തേടണം. അതാണ് ആയത്തിൽ പറയുന്നത്, വസ്തഗ്ഫറ ലഹുമുർ റസൂലു. റസൂൽ അവർക്ക് വേണ്ടി അള്ളാഹിനോട് തേടി എന്നുള്ളതാണ്. അപ്പോൾ ഈ ആയത്ത് വെച്ചിട്ടാണ് മരണപ്പെട്ട നബിയോട് തേടാം എന്ന് പറയുന്നത്. ശുദ്ധമായ ദുർവ്യാഖ്യാനമാണ്. ഇങ്ങനെ എത്രയോ കാര്യങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, പച്ച മലയാളത്തിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്താ നിങ്ങൾ? ശിഥില തന്ത്രങ്ങൾ, ശാന്തി മന്ത്രങ്ങൾ. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം, ശരിക്ക് മനസ്സിലാക്കണം. ശിഥില തന്ത്രങ്ങൾ, ശാന്തി മന്ത്രങ്ങൾ. ആ പുസ്തകത്തിൽ ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? ബദരീങ്ങളെ കാക്കണേ, മമ്പുറന്തങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കാമോ? ആ പ്രാർത്ഥന അനുവദനീയമാണോ? ആണെങ്കിൽ അതിന് തെളിവുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഉത്തരം എന്താ? അത്തരം പ്രാർത്ഥനകൾ അനുവദനീയമാണ്, അതിന് തെളിവുണ്ട്. അള്ളാഹു പറയുന്നു, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്ത് കൊടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം. അതായത് പ്രാർത്ഥന, ഇവർ സാധാരണഗതിയിൽ എന്താ പറയാറുള്ളവരെങ്കിൽ, ഞങ്ങൾ പ്രാർത്ഥന അള്ളാഹുവിന് തന്നെയാണ്, സഹായതേട്ടം മാത്രമാണ് മഹാത്മാക്കളോട് എന്താ പറയാറുള്ളത്. എന്നാൽ പച്ച മലയാളത്തിൽ പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആരാ പുസ്തകം എഴുതിയത്? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ.
അദ്ദേഹം കാന്തപുരം സമസ്തയുടെ പണ്ഡിത സംഘടനയുടെ നേതാവാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് മരണപ്പെട്ടു പോയിട്ടുള്ള മഹാത്മാക്കൾ, ഉദാഹരണം മമ്പുറം തങ്ങളെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള പ്രാർത്ഥന അനുവദനീയമാണ് എന്നുള്ളതാണ്. നഊദു ബില്ലാ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അതാണല്ലോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ നേർവിപരീതം, തൗഹീദിന്റെ നേർവിപരീതം ശിർക്ക്, അത് പ്രചരിപ്പിക്കാൻ, അതിനെ ആയത്തിന് ദുർവ്യാഖ്യാനിക്കാൻ. ഇപ്പോ സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ ആയത്താണ് എന്ത്? ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാ വയുഊതൂന സക്കാ വഹും റാകിഊൻ എന്നുള്ള ആയത്ത്. അപ്പോൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. ഇന്നമാ വലിയുക്കും, വലിയ എന്ന് പറഞ്ഞ അർത്ഥം, നമ്മളിപ്പോൾ വിവാഹത്തിനൊക്കെ പോകാറില്ലേ, നിക്കാഹിനൊക്കെ പോകാറില്ലേ, എന്താ വലിയ എന്ന് പറഞ്ഞാൽ? പറഞ്ഞോളൂ. ഔലിയ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ അങ്ങനെ പറഞ്ഞാൽ? ഈ വലിയ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഔലിയ. വലിയ എന്ന് പറഞ്ഞാൽ മിത്രം എന്നർത്ഥമുണ്ട്. ഔലിയ എന്ന് പറഞ്ഞാൽ മിത്രങ്ങൾ. അതുപോലെ നിക്കാഹിൻ്റെ സമയത്ത് വലിയ എന്ന് പറഞ്ഞാൽ രക്ഷിതാവ് എന്നുള്ള അർത്ഥത്തിലാണ്. ഈ പെൺകുട്ടിയുടെ നാഥൻ, അതായത് രക്ഷിതാവ്, പിതാവ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ വലിയ എന്നുള്ളതിന് പല അർത്ഥങ്ങളുമുണ്ട്. എന്നാൽ ഇവിടെ ഈ ആയത്തിൽ വലിയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്നമാ വലിയുക്കും, തീർച്ചയായും നിങ്ങളുടെ മിത്രങ്ങൾ. അതാരാണ്? അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു, അള്ളയും റസൂലും അവൻ്റെ സത്യവിശ്വാസികൾ, ഇവരാണെന്ന് പറയാം. അപ്പോൾ ഈ ആയത്തിന് ഞാൻ പറഞ്ഞല്ലോ, ഒരായത്ത് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ അവതരണ പശ്ചാത്തലം എന്ത് എന്ന് പഠിക്കണം. അതിന് മുമ്പ് എന്ത് പറയുന്നു, ശേഷം എന്ത് പറയുന്നു പഠിക്കണം. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം ഈ ആയത്തിൻ്റെ ഉദ്ദേശം എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ ഇമാം ബഗവിയുടെ തഫ്സീറിൽ മആലിമുത് തൻസീൽ എന്ന് പറയും, അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകന്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂലേ, ഇന്ന ഖൗമനാ ഖുറൈള വന്നളീർ, ഞങ്ങളുടെ സമൂഹമായിട്ടുള്ള ഖുറൈളക്കാരും നളീറുകാരും ഖദ് ഹജറൂനാ വഫാറഖൂനാ, ഞങ്ങളെ ഉപേക്ഷിച്ചു, ഞങ്ങളോട് ബന്ധം വെടിഞ്ഞിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് പറഞ്ഞ ആള് ജൂത സമൂഹത്തിലെ അറിവുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം മുസ്ലിമായപ്പോൾ ആ ജൂത സമൂഹം അവരോടുള്ള ബന്ധം വിച്ഛേദിക്കാൻ അവരെന്താ പറഞ്ഞത്? വഅഖ്സമു, അവർ സത്യം ചെയ്തു, അല്ലാ യുജാലിസൂന, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഇരിക്കൂല. എന്താ കാരണം? അവർ ജൂതന്മാരാണ്. അബ്ദുല്ലാഹി ഇബ്നു സലാമോ ആ ജൂത സമൂഹത്തിൽ നിന്ന് മുസ്ലിമായ ആളാണ്. അവ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചതിൻ്റെ പേരിൽ ബന്ധം വിച്ഛേദിച്ചു, കൂടെ ഇരിക്കുകയില്ല എന്ന് സത്യം ചെയ്തു. അപ്പോൾ ഫനസലത് ഹാദിഹിൽ ആയ, അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. എന്ത്? നിങ്ങളുടെ മിത്രം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വർഗീയത കാണിക്കുന്ന, വിശ്വാസത്തിൻ്റെ പേരിൽ മാനുഷിക ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന ആളുകളല്ല. നിങ്ങളുടെ മിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ്, അവൻ്റെ ദൂതനാണ്. അതുപോലെ നമസ്കരിക്കുന്ന, നോമ്പനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ സക്കാത്ത് നൽകുന്ന സത്യവിശ്വാസികളാണ്. നിങ്ങളുടെ ആത്മമിത്രങ്ങൾ ആരാ? അല്ലാഹുവാണ്, അവൻ്റെ റസൂലാണ്, നമസ്കാരം നിർവഹിക്കുന്ന, സക്കാത്ത് നൽകുന്ന സത്യവിശ്വാസികളാണ്. അതാണ് ഈ ആയത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ റസൂലുള്ള എന്ത് ചെയ്തു? ഇത് ഓതി കേൾപ്പിച്ചു എന്ന് ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയാൻ, അബ്ദുല്ലാഹി ഇബ്നു സലാം പറയാൻ, യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ ദൂതരെ, റളീനാ ബില്ലാഹി വബി റസൂലിഹി വബിൽ മുഅ്മിനീന ഔലിയാ, ഔലിയാക്കളായിട്ട് അള്ളാഹുവിനെയും റസൂലിനെയും സത്യവിശ്വാസികളെയും ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു. മനസ്സിലായി നിങ്ങൾക്ക്? ഇത് മരണപ്പെട്ടവരെ വിളിച്ചു തേടാൻ തെളിവല്ല, ഓച്ചിറ ഉപ്പാപ്പയെ വിളിച്ചു തേടാനുള്ള തെളിവല്ല, അതുപോലെ നമ്മുടെ ഭീമാപള്ളി ബീവിയെ വിളിച്ചു തേടാനുള്ള തെളിവല്ല.
കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതെന്താ? ഇത് സത്യവിശ്വാസികളുടെ ഒരു ആത്മബന്ധുക്കൾ എന്ന് പറയുന്നത്, ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുന്നത് വർഗീയവാദികളുള്ള ആയിട്ടുള്ള ഏതെങ്കിലും അന്യമതവിശ്വാസികളല്ല, മറിച്ച് ഈമാനുള്ള ആളുകളാണ്. അള്ളയാണ്, അള്ളാൻ്റെ റസൂലാണ്. അതാണിത് പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഇങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ശിർക്കിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ. ഞാൻ നിങ്ങളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാണ്. ഒരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പോൾ നമ്മൾ ഒരുപാട് പലപ്പോഴും കേൾക്കാറുള്ളൊരു കാര്യമാണ് ജീലാനി ദിനം. അതുപോലെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്ത് ചെയ്യും, അബ്ദുൽ ഖാദർ ജീലാനി എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇപ്പോൾ ഒരു വീട് ഈ ഹൗസ് വാമിംഗ് എന്ന് പറയുമല്ലോ. ഹൗസ് വാമിങ്ങിന് ചില കുടുംബങ്ങളിലൊക്കെ എന്താ നടക്കുന്നത്? രാവിലെ കുത്തുബിയ്യത്ത് നടത്തും, വൈകുന്നേരം മങ്കൂസ് മൗലൂദും നടത്തും. അപ്പോൾ ഈ കുത്തുബിയ്യത്തൊക്കെ എന്താ? മുഹിയുദ്ദീൻ ഷെയ്ഖിനോടുള്ള പ്രാർത്ഥനയാണ്. സത്യത്തിൽ മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്നത് ഹിജ്റ 561 വഫാത്തായിട്ടുള്ള പ്രഗത്ഭനായ മഹാനായ ഒരു പണ്ഡിതനാണ്. നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഇമാം ദഹബി പറയുന്നത് അഷ്ശൈഖുൽ ഇമാമുൽ ആലിമുൽ സാഹിദുൽ ആരിഫു അൽ ഖുദ്വത്തു ഷൈഖുൽ ഇസ്ലാം അലമുൽ ഔലിയ എന്നാണ്. അതായത് അഷ്ശൈഖ് എന്ന് പറഞ്ഞാൽ പണ്ഡിത വര്യനായിരുന്നു, അൽ ഇമാമായിരുന്നു, അൽ ആലിമു വിജ്ഞാനമുള്ളയാളായിരുന്നു, അസ്സാഹിദ് ഐഹിക വിരക്തി കാണിക്കുന്ന ആളായിരുന്നു, അൽ ആരിഫ് നല്ല ഗ്രാഹ്യമുള്ള മതവിജ്ഞാനീയങ്ങൾ നല്ല ഗ്രാഹ്യതയുള്ള ആളായിരുന്നു, അൽ ഖുദ്വ മാതൃകായോഗ്യനായിരുന്നു, ഷെയ്ഖുൽ ഇസ്ലാം ഒരു ഇസ്ലാമിക പണ്ഡിതൻ, അതുപോലെ തന്നെ അലമുൽ ഔലിയ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഭക്തനായിട്ടുള്ള പ്രതിഭയായിരുന്നു എന്നാണ് അദ്ദേഹം. അത് ഇങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇമാം ദഹബി സിയറു അഅ്ലാമിൻ നുബല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാ. മഹാനായിട്ടുള്ള ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞു, വഖദ് കാന സ്വാലിഹൻ വരിഅൻ, അദ്ദേഹം സ്വാലിഹായിരുന്നു, വരിഅൻ നല്ല ഭക്തനായിട്ടുള്ള മനുഷ്യനായിരുന്നു. വഖദ് സ്വന്നഫ കിതാബ് അൽ ഗുനിയ, അദ്ദേഹം ഒരു ഗുനിയ എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. വഫ്തൂഹുൽ ഗൈബ്, ഫുതൂഹുൽ ഗൈബ് എന്ന് പറയുന്ന കിതാബ് രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടേറെ നന്മകൾ. പക്ഷേ ആ ഗ്രന്ഥങ്ങൾ, മനുഷ്യനാണല്ലോ അദ്ദേഹം, നബിയാണോ? ഈ അബ്ദുൽ ഖാദർ ജീലാനി നബിയാണോ? എത്രാമത്തെ വർഷത്തിൽ അദ്ദേഹം മരണപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞത്? 561. മുഹമ്മദ് നബി അന്ത്യപ്രവാചകനാണല്ലോ. മുഹമ്മദ് നബിക്ക് ശേഷം മറ്റൊരു നബി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ എന്താവും? കുഫർ സംഭവിക്കും. അപ്പോൾ ഇദ്ദേഹം ഒരു നബിയല്ല, ഒരു പണ്ഡിതനാണ്. ഈ പ്രവാചകന്മാർ കഴിഞ്ഞാൽ പണ്ഡിതന്മാർ എത്ര വലിയവരാണെങ്കിലും അവർക്ക് ശരി സംഭവിക്കാം, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാം? തെറ്റുകൾ സംഭവിക്കാം. അതുകൊണ്ട് മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തി, വഫീഹിമ അഷ്യാഉൻ ഹസന, അദ്ദേഹത്തിൻ്റെ ഈ 2 കിതാബുകളിലും ഒട്ടേറെ നന്മകളുണ്ട്. വദകറ ഫീഹിമ ആഹാദീസു ലഈഫത്തിൻ വമൗദൂഅ, ആ ഗ്രന്ഥങ്ങളിൽ ദുർബലമായതും അതുപോലെ തന്നെ മനുഷ്യനിർമ്മിതമായ കള്ളം നിറഞ്ഞിട്ടുള്ള വചനങ്ങളുമുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഗ്രന്ഥത്തിൽ നന്മകളുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? കള്ള ഹദീസുകളും ദുർബലമായ ഹദീസുകളുമുണ്ട് എന്നുള്ളതാണ്. അൽ ബിദായ വന്നിഹായ എന്ന് പറയുന്ന കിതാബിൽ മഹാനായിട്ടുള്ള ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതാർക്കും സംഭവിക്കാം. ഏത് മഹാന്റെ കിതാബുകളിൽ എന്തുണ്ടാകാം? തെറ്റുണ്ടാകാം, ശരിയുണ്ടാകാം. ആ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി അദ്ദേഹം പറയാണ്, എന്താ പറയുന്നത് നിങ്ങൾ? വഖാല ഷെയ്ഖുൽ ആരിഫ് അബ്ദുൽ ഖാദർ അൽ ജീലാനി ലിവലദിഹി ഇൻദ മർളി മൗതിഹി, അദ്ദേഹത്തിൻ്റെ പുത്രനോട് മരണം ആസന്നമായ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ലാ തഖഫ് അഹദൻ, നീ ഒരാളെയും ഭയപ്പെടരുത്. ഒരാളെയും ഭയപ്പെടരുത് എന്ന് പറഞ്ഞാൽ ആ എന്തുദ്ദേശത്തിലാണ് പറയുന്നത് നിങ്ങൾ? അതായത് ഒരു ഗണ്ണ് നേർക്ക് നേരെ പിടിച്ച ഒരാളെ ഭയപ്പെടേണ്ടതെന്നല്ല, അല്ലെങ്കിൽ നേരം കൺമുന്നിൽ ഒരു മൂർഖനെ കണ്ടു അതിന് ഭയപ്പെടേണ്ടതെന്നല്ല, ഒരു ചെന്നായെ കണ്ടു അതിന് ഭയപ്പെടേണ്ടതെന്നല്ല, മറിച്ച് എന്താണ്?
ഇങ്ങനെ ആ മരത്തിൽ പിശാച്ചുണ്ടാകും, അല്ലെങ്കിൽ റൂഹാനി ഉണ്ടാകും, അത് ആക്രമിക്കും, അവിടെ ജിന്നുണ്ടാകും, അത് ഉപദ്രവിക്കും എന്നൊന്നും നീ ഭയപ്പെടരുത്. എന്നല്ല തഖഫ് അഹദ, അങ്ങനെ ഒരു ഔലിയാക്കളെയോ ഒരു പിശാചുക്കളെയോ ഒരു ജിന്നുകളെയോ ഭയപ്പെടരുത്. വലാ തർജഹ്, അതുപോലെ ഒരാളോടും നീ യാചിക്കരുത് എന്നാണ്. ആരാത് പറയുന്നത്? അബ്ദുൽ ഖാദർ ജീലാനി പറയാണ്. തൗഹീദ് പഠിപ്പിക്കാൻ എപ്പോ? മരണം ആസന്നമായ ഘട്ടത്തിൽ പോലും. നിന്റെ ആവശ്യങ്ങളൊക്കെ നീ ഭരമേൽപ്പിക്കുക. കുല്ലുഹ, എല്ലാ ആവശ്യങ്ങളും, ഇലല്ലാ, അല്ലാഹുവിലേക്ക്. വതുലുബ്ഹാ മിൻഹു, എല്ലാ ആവശ്യങ്ങളും ആരോടാ തേടേണ്ടത്? അല്ലാഹുവിനോട്. വലാ തസിഖു ബിഅഹദിൻ സിവല്ലാഹി അസ്സ വജൽ, ഉന്നതനും പ്രതാപവാനുമായ അല്ലാഹുവിനു പുറമെ ഒരാളെയും നീ അവലംബിക്കരുത്. എന്നിട്ട് അദ്ദേഹം പറയാ, വലാ തഅതമിദ് ഇല്ലാ അലൈഹി സുബ്ഹാന അത്തൗഹീദ് അത്തൗഹീദ് അത്തൗഹീദ്. അപ്പൊ അല്ലാഹുവിനെ മാത്രമേ അവലംബിക്കാവൂ, അവനിൽ മാത്രമേ പ്രതീക്ഷയർപ്പിക്കാവൂ. ഏകദൈവ വിശ്വാസം, ഏകദൈവ ആരാധന എന്ന് ആവർത്തിച്ചുകൊണ്ട് 3 തവണ പറയുകയാണ് അദ്ദേഹം. ഇത് അദ്ദേഹത്തിന്റെ അൽ ഫത്ഹുർ റബ്ബാനി വൽ ഫൈലുർ റഹ്മാനി എന്ന് പറയുന്ന കിതാബിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ ഇങ്ങനെ തൗഹീദ് പഠിപ്പിച്ച മഹാനാണ് ആര്? അബ്ദുൽ ഖാദർ ജീലാനി. പക്ഷേ അദ്ദേഹത്തോടാണ് ആളുകൾ എന്ത് പ്രയാസങ്ങൾ വന്നാലും വിളിച്ച് തേടുന്നത്. ഇത് മാത്രമല്ല, അദ്ദേഹം പറയാണ്, വഖാല അയ്ളൻ ലാ തദഉ മഅല്ലാഹി അഹദ, നിങ്ങൾ അള്ളാഹുവിൻ്റെ പുറമെ ഒരാളോടും വിളിച്ച് തേടരുത്. കമാ ഖാല അസ്സ വജൽ ഫലാ തദഉ മഅല്ലാഹി അഹദ. അള്ളാഹു പറഞ്ഞല്ലോ സൂറത്തുൽ ജിന്നിലെ, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ അള്ളാഹുവിൻ്റെ കൂടെ ആരെയും വിളിച്ചു തേടരുത് എന്ന് പറയാണ്. എന്നിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. യംബഗി ലികുല്ലി മുസ്ലിമിൻ മുവഹ്ഹിദിൻ അല്ലാ യത്തഖില ഇല്ലാ അലല്ലാഹ്. ഒരു മുസ്ലിമിന് ഭൂഷണമായിട്ടുള്ള കാര്യം എന്താ? അള്ളാഹുവിനെ മാത്രമേ ഭരമേൽപ്പിക്കാവൂ എന്നുള്ളതാ. വലാ യസ്തഗീസു ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ ചെയ്യാവൂ. ഉള്ളാള് തങ്ങളോടോ, അജ്മീറിലെ ആണ്ടവരോടോ, ഏർവാടി ഉപ്പാപ്പയോടോ, അമ്പംകുന്ന ഔലിയയോടോ, അല്ലെങ്കിൽ നാട്ടുകൾ, അങ്ങനെ എത്രയോ ജാറങ്ങളും ദർഗകളും ഉണ്ടല്ലോ. അങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ കിടക്കുന്ന ഔലിയാക്കളോടല്ല തേടേണ്ടത്, സഹായം ഇസ്തിഗാസ തേടേണ്ടത്. ഇല്ലാ ബില്ലാ, അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് അദ്ദേഹം പഠിപ്പിക്കാൻ. ഇത് അദ്ദേഹത്തിന് ഗായത്തുൽ അമാനി എന്ന് പറയുന്ന കിതാബിൽ കാണാം. അപ്പോൾ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ല, അദ്ദേഹത്തെ വിളിച്ചിട്ടാണല്ലോ ഇവർ പ്രാർത്ഥിക്കുന്നത്. അതാണ് വമയ്യുനാദിസ്മീം അൽഫം ബിഖൽവതിഹി അസ്മം ബിഹിമ്മതിഹി സുർമം ലിഗഫവതിഹി അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫലിയദഉ യാ അബ്ദൽ ഖാദിർ മുഹിയുദ്ദീനി. എന്താ പറയുന്നത്? ആരെങ്കിലും ഏകാന്തനായി ഇരുന്ന് എല്ലാ ജോലികളുമൊക്കെ ഒഴിവാക്കി നല്ല മനസ്സോടുകൂടെ ആത്മാർത്ഥമായിക്കൊണ്ട് എൻ്റെ നാമത്തെ 1000 തവണ വിളിച്ചാൽ അജബ്തുഹു മുസ്രിഅൻ, ഞാൻ വേഗത്തിൽ ഉത്തരം ചെയ്യും എന്നുള്ളതാണ്. എന്താണ് അവർ പ്രാർത്ഥിക്കേണ്ടത്? ഫലിയദു യാ അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീനി, അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീനെ എന്നവനെ വിളിക്കട്ടെ എന്ന. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ശുദ്ധമായ തൗഹീദ് നിരന്തരമായിട്ട് ജനങ്ങളെ പഠിപ്പിച്ച മഹാനായ അബ്ദുൽ ഖാദർ ജീലാനിയോട് ഇവർ തേടുകയാണ്. ഇത് മാത്രമല്ല, മുഹിയുദ്ദീൻ മാലല്ലേ, മുഹിയുദ്ദീൻ മാല എന്ന് പറയുന്നത് പണ്ടൊക്കെ പിന്നെ ഈ സമസ്ത പാതിര വയലുകളിലാണ് കേട്ടിരുന്നത്. ഇന്നിപ്പോൾ ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് +2 മലയാളത്തിൽ പോലും അത് പഠിപ്പിക്കുന്നുണ്ട്. +1 +2 അതെനിക്ക് അറിഞ്ഞൂടാ. ഒരു ഹിന്ദു സഹോദരിയായിട്ടുള്ള ടീച്ചർ മുഹിയുദ്ദീൻ മാലയുടെ വിശദീകരണം യൂട്യൂബിൽ നൽകുന്നുണ്ട്. അപ്പം അതിലെന്തുണ്ട്? കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവർ. കണ്ണിൽ കാണാത്തതും, ഇത് അർത്ഥവും വിശദീകരണം വേണ്ടല്ലോ.
എല്ലാം അറിയാമ. ഏതുപോലെ ഒരു ബേക്കറിയിൽ ഒരു ഗ്ലാസിൻ്റെ ഭരണിയുടെ അകത്തുള്ള വസ്തു എത്രമാത്രം വ്യക്തമായി നമുക്ക് കാണാം, അതുപോലെ നമ്മുടെ ഹൃദയങ്ങളിലുള്ളത് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിക്ക് കാണാം എന്നാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും? കുഫർ സംഭവിക്കും. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. എന്താ കാരണം? അദ്ദേഹം എന്ന് മരണപ്പെട്ടിട്ടുണ്ട്? ഹിജ്റ 561 മരണപ്പെട്ടിട്ടുണ്ട്. എല്ലാം കാണുക, എല്ലാം അറിയുക ആരുടെ വിശേഷണം മാത്രമാണ്? മുത്ത് നബിക്ക് പോലും അങ്ങനല്ല. എല്ലാം കാണുന്നവൻ ആരാ? അള്ളാഹു മാത്രം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അതായത് വിശുദ്ധ ഖുർആനിൽ എന്താ പറയുന്നത്? ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാരാ? അള്ളാഹുവാണ്. അള്ളാഹുവിനെ പോലെ മറ്റാരും തന്നെയില്ല. അതാണ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. അള്ളാഹുവിന് തുല്യമായി ആരുമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ 99 നാമങ്ങളുണ്ടല്ലോ, അതിൽ പഠിപ്പിക്കുന്ന ഗുണവിശേഷണങ്ങൾ അതേ അർത്ഥത്തിൽ മറ്റൊരു ശക്തിക്കും വ്യക്തിക്കുമില്ല. അപ്പോൾ അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ് എന്ന് ഖുർആൻ നമ്മെ അള്ളാഹിനെ കുറിച്ച് പഠിപ്പിക്കുക. അള്ളാഹുവിന് കാണാത്തതായി എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ എല്ലാം കാണുന്നവനാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എന്ന് വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും? കുഫർ സംഭവിക്കും. പക്ഷേ ഇവരെന്താ വിശ്വസിക്കുന്നത്? അദ്ദേഹം എല്ലാം കാണുന്ന. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഷിർക്കിൻ്റെ കുഫറിൻ്റെ അതല്ലേ. നിങ്ങൾ നോക്കൂ, ഞാനും നിങ്ങളൊക്കെ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരും നമ്മളൊക്കെ 1000 വട്ടം അല്ലാഹുവിന് അൽഹംദുലില്ലാ എന്ന് പറയണം. സർവസ്തുതികളും റബ്ബേ നിനക്കാണെന്ന് പറയണം. എന്താ കാരണം? നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത്? ഏകദൈവ വിശ്വാസം. ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ഏകദൈവ വിശ്വാസം? 916 കാരറ്റ് സ്വർണം എന്നൊക്കെ പറയാറില്ലേ? ശുദ്ധമായ തങ്കം എന്ന് പറയാറില്ലേ? അതുപോലെ കലർപ്പില്ലാത്ത തൗഹീദ് അത് നമുക്കുണ്ട്. അത് അള്ളാഹിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഈ ലോകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ആ കറകളഞ്ഞ വിശ്വാസമാണ്. സഹോദരങ്ങളെ, കുറച്ച് ആളുകൾ സൗദി അറേബ്യയിൽ നിന്ന് ജപ്പാനിൽ പോയി. അപ്പോൾ ജപ്പാനിൽ നമുക്കറിയാം വ്യാവസായികമായിട്ട് വലിയ മുന്നേറ്റമാണല്ലോ മുമ്പ് കാലത്ത്. ഇപ്പോഴും അവർ മോശമല്ല. അപ്പോൾ ഈ സൗദിയിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ അവരോട് പറഞ്ഞേ, നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളുണ്ട്, പക്ഷെ ഒന്നില്ല. എന്താണത്? നിങ്ങൾക്ക് ഇസ്ലാമില്ല, ഈമാനില്ല, തൗഹീദില്ല, മറ്റുള്ള എല്ലാതും ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ്? തൗഹീദില്ല എങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും പരലോകത്ത് അതുകൊണ്ട് നേട്ടല്ല. അപ്പം അതുകൊണ്ട് കേരള നദവത്തുൽ മുജാഹിദീൻ മർകസു ദഅവ എന്ന് പറയുന്ന ഈ ആദർശ പ്രസ്ഥാനം ലോകത്തോട് പഠിപ്പിക്കുന്നത് കറകളഞ്ഞ ഏകദൈവ വിശ്വാസമാണ്. 1000 കോടി നിങ്ങൾക്ക് തന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ കിട്ടിക്കൊള്ളുന്നില്ല കേട്ടോ, അങ്ങനെ സങ്കല്പിക്കുകയാണ്. എന്നാൽ പോലും നമ്മൾ ഈ തൗഹീദ് വിട്ടുകൊണ്ട് കളിക്കാൻ പാടില്ല. തൗഹീദ് വിട്ടാൽ പിന്നെ അവന് തകരും. അവന് പിന്നീട് ആഖിറത്താണ് നഷ്ടപ്പെടുക, ദുനിയാവ് നഷ്ടപ്പെട്ടേക്കാം. അപ്പം അതുകൊണ്ട് നമ്മൾ തൗഹീദ് നമ്മൾ മുറുകെ പിടിക്കുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ മങ്കൂസ് മൗലൂദ്. സുബ്ഹാനല്ലാഹ്, ഒരാൾ മരണപ്പെട്ടാലേ ഇപ്പോൾ ഈ മലബാറിലൊക്കെ ഇവിടെ എങ്ങനെ നിനക്ക് അറിഞ്ഞൂടാ, ഒരാൾ മരിച്ചാൽ അന്ന് രാത്രി മുതൽ 40 ദിവസം ആ വീട്ടിൽ മൗലൂദാണ്. എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷം ആളുകൾ ഒരുമിച്ച് കൂടി മൗലൂദ് പാരായണാണ്, മങ്കൂസ് മൗലൂദ്. എന്നിട്ട് അവിടെ ഭക്ഷണം 7-ന് 3-നും 7-നും 40-നും വലിയ ചടങ്ങുകൾ ഉണ്ടാക്കും. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചതാണോ? അല്ല. ഖുർആൻ പറയുന്നുണ്ടോ? ഖുർആനിൽ നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ മുതൽ അവസാനത്തെ സൂറത്തിൻ്റെ പേരെന്താ ആരെങ്കിലും പറയൂ? പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. സൂറത്തു നാസ്. വെരി ഗുഡ്. ഞാൻ ഇടയ്ക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്താ അറിയോ? നിങ്ങളെ ശ്രദ്ധ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇത്രയും 114 അധ്യായങ്ങളിൽ എവിടെയെങ്കിലും അള്ളാഹിൻ്റെ റസൂല് മങ്കൂസ് മൗലൂദ് എന്ന് പറഞ്ഞ ഒരു സംഭവം പഠിപ്പിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അള്ള പഠിപ്പിക്കുന്നുണ്ടോ? അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ ചൊല്ലിയിട്ടുണ്ടോ? ഇല്ല, ചൊല്ലൂല. കാരണം എന്താ? അത് സ്വലാത്തും മദ്ഹും മാത്രമല്ല, അതിൽ ഷിർക്കാണ്. ഒട്ടേറെ ഷിർക്കുണ്ട്.
ആ മങ്കൂസ് മൗലൂദിലൊക്കെ അതിൽ തുടക്കത്തിൽ നമുക്ക് കാണാം സുബ്ഹാനല്ലദീ അത്ലാ ഫീ ശഹരി റബീഉൽ അവ്വൽ ഖമർ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ലോകം പടക്കുന്നതിന് മുമ്പ് തന്നെ പിന്നെ മുഹമ്മദ് നബിയുടെ ഒളിവ്, മുഹമ്മദ് നബിയുടെ പ്രകാശം പടച്ച റബ്ബ് മഹാപരിശുദ്ധനാണ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ. എന്നിട്ട് ആദം നബി തവസ്സുലാക്കിയതും നൂഹ് നബി ഇസ്തിഗാസ നടത്തിയതും ഒക്കെ പറയാ. നഊദു ബില്ലാഹ്. ആദം നബി അങ്ങനെ തവസ്സുലാക്കിയിട്ടില്ല, നൂഹ് നബി ഇസ്തിഗാസ നടത്തിയിട്ടില്ല. തൗഹീദിന് വേണ്ടിയിട്ട് ബദ്, സുവാ, യഊസ്, യഊഖ്, നസ്ർ പോലെയുള്ള മഹാത്മാക്കൾ ആരാധിച്ചിരുന്ന സമൂഹത്തോട് നിങ്ങളങ്ങനെ ആരാധിക്കരുത്, റബ്ബിനെ മാത്രം ആരാധിക്കുക. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും. ബാക്കി എന്താണ് പറയൂ? ഇന്നഹു കാന ഗഫാറാ എന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് ആര്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. ഇന്നഹു കാന ഗഫാറാ, അവൻ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു എന്നാണ്. പക്ഷേ ആ നൂഹ് നബി ഇസ്തിഗാസ നടത്തിയെന്നാണ് അവിടെ മങ്കൂസ് മൗലൂദിൽ. ആ മങ്കൂസ് മൗലൂദാണ് നമ്മുടെ ബാപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ അടുത്ത ബന്ധു മരണപ്പെട്ട 40 ദിവസം ചൊല്ലുന്നത്. എന്നിട്ട് അതിലെന്താ? യാ സയ്യിദ് ബാ കൊടുക്കുന്നുണ്ടോ? ഓക്കെ. അല്പം. അപ്പോൾ ഈ മങ്കൂസ് മൗലൂദ് എന്ന് പറയുന്നത് നമ്മുടെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സഹോദരങ്ങൾ. അപ്പോൾ നമ്മുടെ ബന്ധങ്ങളിൽ ആരെങ്കിലും ഇത് നടത്തുമ്പോൾ നമ്മളതിലേക്ക് പോകാൻ പറ്റുകയില്ലേ എന്ന് പല ആളുകളും സംശയം ഉണ്ടാകും. പോയില്ല എങ്കിൽ ആ ബന്ധം മുറിഞ്ഞു പോകുമോ എന്നൊക്കെ. സഹോദരങ്ങളെ, നമ്മൾ ഉറച്ച് മനസ്സിലാക്കുക, ഷിർക്കിനോട് ഒരു തരത്തിലും നമ്മൾ അതിനോട് യോജിച്ച് പോകാൻ കഴിയില്ല. കാരണം മങ്കൂസ് മൗലൂദ് എന്ന് പറയുന്നത് പ്രവാചകനോടുള്ള തേട്ടമാണ്, പ്രവാചകനോടുള്ള പ്രാർത്ഥനയാണ്. സ്വലാത്തുണ്ട്, അതിൽ സ്വലാത്തുണ്ട്, പ്രവാചകന്റെ മദ്ഹുണ്ട്. പക്ഷേ യാ സയ്യിദസ്സാദാതി ജിഅതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി ഖദ് ഹല്ല ബിമാ ഖദ് അലിംത മിനൽ അദാ വൽളുൽമി വൽളുഅഫി ശദീദി ഫഅസ്ഇദി യാ സയ്യിദസ്സാദാത്ത്, സാദാത്യങ്ങളുടെ സയ്യിദായ നബിയെ, ജിഅതുക ഖാസിദ, അങ്ങയെ ഉദ്ദേശിച്ചാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അർജു ഹിമാക, അങ്ങയുടെ സംരക്ഷണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഫലാ തുഖയ്യിബ് മഖ്സദി, ഞങ്ങളുടെ ലക്ഷ്യം അങ്ങ്, പ്രവാചകരെ അങ്ങ് നിരാകരിക്കരുത്. ഖദ് ഹല്ല ബിമാ ഖദ് അലിംത മിനൽ അദാ, ഞങ്ങൾക്ക് ഇറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ എനിക്കിറങ്ങിയിട്ടുള്ള ഈ ദോഷം, ബുദ്ധിമുട്ട്, അതുപോലെ വല്ലുൽമി വല്ലുഅഫി ശദീദ്, എനിക്കുണ്ടായിട്ടുള്ള അക്രമം, അതുപോലെ കഠിനമായ ദുർബലത, അതൊക്കെ അങ്ങേക്കറിയാമല്ലോ. നബി എന്നോ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ആ നബിക്ക് അറിയാമല്ലോ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഫഅസ്ഇദി, അതെല്ലാം പരിഹരിച്ച് സൗഭാഗ്യം പ്രദാനം ചെയ്യണേ. നബിയോടുള്ള പ്രാർത്ഥനയാണ്. നബിയെന്നെ വേദന ഉണ്ടായപ്പോൾ എന്താ പ്രാർത്ഥിച്ചത്? അല്ലെങ്കിൽ നബിൻ്റെ പ്രയാസങ്ങൾ ആരോടാ പറഞ്ഞത്? അള്ളാഹിൻ്റെ റസൂൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതാ? പറഞ്ഞോളൂ. ആ സൂറത്തുൽ ബഖറയുടെ 201-ാമത്തെ ആയത്ത്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. നാഥ, ഞങ്ങൾക്ക് ദുനിയാവിൽ നന്മ തരയണമേ, ആഖിറത്തിലും നന്മ തരയണമേ, നരകത്തിൻ്റെ അദാബിൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. അള്ളാഹിൻ്റെ റസൂൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച 2 പ്രാർത്ഥനകളിൽ ഒന്നാണിത്. മറ്റൊന്നെന്താ? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അപ്പോൾ നബി തന്നെ ആരോടാ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹിനോടാ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് ആ നബിയോട് ഇവർ പ്രാർത്ഥിക്കാൻ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഷിർക്ക് ബിദ്അത്തുകൾക്ക് ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിലും നമ്മൾ ഒരിക്കലും അതിനോട് യോജിച്ച് പോകുകയില്ല എന്ന് ഉറച്ച് തീരുമാനിക്കുകയും
നമ്മുടെ തൗഹീദിനെ, നമ്മുടെ വിശ്വാസത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടി, അവള് 10-20 വയസ്സായി കല്യാണം കഴിച്ചയച്ചു. കല്യാണം കഴിക്കുന്നത് ആദർശനിഷ്ഠയില്ലാത്തൊരു കുടുംബത്തിലാണ് എന്ന് വിചാരിക്കുക. പരമാവധി അങ്ങനെയുള്ള കുടുംബങ്ങളിലേക്ക് അയക്കരുത് എന്നാണ് പറയാനുള്ളത്. പക്ഷേ ഏതെങ്കിലും പശ്ചാത്തലത്തിൽ, സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു പോയി. എന്നാൽ പോലും ആ പെൺകുട്ടി എന്ത് ചെയ്യാൻ പാടില്ല? അവിടെയുള്ള ഇതുപോലെയുള്ള കുതുബിയ്യത്ത്, അതുപോലെ നേർച്ചകൾ, അതുപോലെ തന്നെ ഈ സംഭവങ്ങളുണ്ടല്ലോ, മങ്കൂസ് മൗലൂദ് പോലുള്ള, അതിലൊന്നും തന്നെ പങ്കെടുക്കാൻ പാടില്ല. ഉറച്ച് തീരുമാനിക്കണം. എൻ്റെ തൗഹീദ് വിട്ടിട്ടുള്ള ഒരു കളിയുമില്ല എന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഈ ശുദ്ധമായ തൗഹീദ് അത് പ്രചരിപ്പിക്കുന്ന സംഘം കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ മർക്കസ് ദഅവ മാത്രമാണ്. മറ്റുള്ള എന്തെല്ലാം പ്രസ്ഥാനങ്ങളുണ്ട് നമുക്കറിയാം. ജമാഅത്തെ ഇസ്ലാമി, ജമാഅത്തെ ഇസ്ലാമിയുടെ അവരുടെ സിദ്ധാന്തം തന്നെ എന്താണ്? അവരുടെ നേതാവ് മൗലാന മൗദൂദി, അദ്ദേഹം എന്താ പറഞ്ഞത്? ഭരണമില്ലാത്ത ദീന് ജലരേഖയാണെന്നാ പറഞ്ഞത്. മനസ്സിലായല്ലോ? അപ്പോൾ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അവരുടെ പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഭരണത്തിന് വേണ്ടിയാണ്, ഒരു ഇസ്ലാമിക ഗവൺമെൻറ്റിന് വേണ്ടിയാണ് അവരുടെ ആ സംഘടന രൂപീകരിക്കുന്നതും. അവർക്ക് തൗഹീദൊക്കെ ശാഖാപരമായ ഒന്നാണ്. അവരുടെ മെയിൻ ലക്ഷ്യം എന്താ? ഭരണം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ ഒരു അനിസ്ലാമിക രാജ്യത്ത്, അഥവാ ഒരു ജനാധിപത്യ രാജ്യത്ത് അവിടുത്തെ നിയമങ്ങൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് താഗൂത്തിനെ അനുസരിക്കുക എന്നുള്ളതാണ്. ഷിർക്കാണ് എന്ന് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അവർക്കൊന്നും തൗഹീദ് പ്രശ്നമല്ല, ഷിർക്ക് അവർക്ക് വിഷയമല്ല. ഇനിയോ തബ്ലീഗ് ജമാഅത്ത്, നിങ്ങൾക്കറിയാം തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെ ഇഷ്ടം പോലെ ആളുകൾക്ക് അനുഭവം ഉണ്ടാകും. ഒരുപാട് കള്ളക്കഥകൾ, കള്ള ഹദീസുകൾ, സ്വപ്നങ്ങൾ, ഇതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകളാണ് ഈ തബ്ലീഗ് ജമാഅത്തുകാർ. തൗഹീദിന് വേണ്ടി, ജാറ പൂജക്കെതിരെ, അതുപോലെ നേർച്ച ഉത്സവങ്ങൾക്കെതിരെ എവിടെയാണ് പറയാറുള്ളത്? നബിദിനാഘോഷത്തിനെതിരെ എവിടെയാണ് പറയാറുള്ളത്? അപ്പോൾ അതാണ് തബ്ലീഗ് ജമാഅത്തിൻ്റെ അവസ്ഥ. പിന്നെ സമസ്തക്കാരുടെ അവസ്ഥ നമ്മൾ പറയണ്ടായി. അല്ല ലോകം നിയന്ത്രിക്കുന്നത്, CM മടവൂരാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ശരിയായ തൗഹീദ് പറയുന്ന, പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനം, കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ മർക്കസ് ദഅവയാണ്. എന്നാൽ മുജാഹിദുകളായിട്ട് അറിയപ്പെടുന്ന കുറേ ആളുകളുണ്ടല്ലോ. ഇപ്പോൾ വിസ്ഡം എന്ന് നിങ്ങൾ കേൾക്കാറുണ്ട്, CD ടവർ എന്ന് കേൾക്കാറുണ്ട്. ഞാൻ ആരെയും അടച്ചാക്ഷേപിക്കല്ല, വസ്തുതാപരമായ കാര്യം പറയാണ്. മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ തുടക്കം മുതൽ പറഞ്ഞിരുന്ന കാര്യം എന്താ? ഈ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വിശുദ്ധ ഖുർആനും, രണ്ട് പറയൂ തിരുസുന്നത്തും, അല്ലേ? അള്ളാഹിൻ്റെ റസൂൽ ഹജ്ജത്തുൽ വദായിൽ പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലി. ഞാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. ഒന്ന് അല്ലാഹുവിൻ്റെ കിതാബ്, രണ്ട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ. അപ്പോൾ ഒന്നാമത്തെ പ്രമാണം വിശുദ്ധ ഖുർആനാണ്. സൂറത്തു നിസായിൽ 59-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വഅത്തിയുർ റസൂൽ വഉലിൽ അംരി മിൻകും എന്ന് തുടങ്ങുന്ന ആയത്ത് എന്താ പഠിപ്പിക്കുന്നത്? ഒന്നാമത്തെ പ്രമാണം വിശുദ്ധ ഖുർആനാണെന്നാ. യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, അത്തിയുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുവിൻ. അള്ളാഹിനെ അനുസരിക്കുക എന്ന് പറയുന്നത് അർത്ഥം കിതാബ്, അള്ളാഹിൻ്റെ കിതാബ് വിശുദ്ധ ഖുർആൻ, അതിനെ നിങ്ങൾ പിൻപറ്റുക, അതിനെ മുറുകെ പിടിക്കുക എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രമാണം എന്താണ്? ഖുർആനാണ്. ഖുർആനിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേകത ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഖുർആനെ കുറിച്ച് പറയാൻ പറ്റുമോ? ഖുർആൻ എന്ന് പറയുന്നത് അതിൽ വള്ളിക്കോ പുള്ളിക്കോ ഒന്നും വ്യത്യാസമില്ല. അത് ഇറങ്ങിയിട്ടുള്ള അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ എന്ന് പറയുന്നത് ലാ യഅതീഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. അതിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അനർത്ഥങ്ങൾ കടന്നു വരികയില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, ഈ വിശുദ്ധ ഗ്രന്ഥം നാമാണ് ഇറക്കിയിട്ടുള്ളതെന്നാ, അതിനെ നാം തന്നെ സംരക്ഷിക്കുമെന്നാ. ആ വിശുദ്ധ ഖുർആനിൽ ഒരു അനർത്ഥങ്ങളോ അനാവശ്യ കാര്യങ്ങളോ ഇല്ല.
എന്നാൽ ആ ഖുർആനിന് തുല്യമായിട്ടുള്ള മറ്റേതെങ്കിലും ഗ്രന്ഥമുണ്ടോ? ഇല്ല. ആ ഖുർആനിനേക്കാൾ മികച്ചു നിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രവും ഒരു ഗ്രന്ഥവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യന് ഇഹപര വിജയം നേടാൻ ഒന്നാമതായി അവലംബിക്കേണ്ടത് എന്താ? വിശുദ്ധ ഖുർആനാണ്. പക്ഷേ ആ ഖുർആന്റെ പദവി ഇന്ന് വിസ്ഡം ടീം അതുപോലെയുള്ള ആളുകൾ ഇടിച്ചു താഴ്ത്താൻ. ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഖുർആൻ വിവരണം എന്ന് പറഞ്ഞൊരു പുസ്തകം, പരിഭാഷകളും വ്യാഖ്യാനങ്ങളും വായിക്കുന്നവർക്കുള്ള ഒരു മാർഗരേഖ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥം അബ്ദുൽ കരീം അമാനി എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യൻ, ഒരു മൗലവി ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ എന്താ പറയുന്നത്? നിങ്ങൾ ഖുർആനും സുന്നത്തൊക്കെ ഒരുപോലെയാണെന്നുള്ളതാണ്. അതിൻ്റെ 33-ാമത്തെ പേജിൽ ഒരു ഹെഡിങ് തന്നെ ഖുർആനിനും സുന്നത്തിനുമിടയിൽ വിവേചനം പാടില്ല എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയാണോ മുജാഹിദുകൾ പറഞ്ഞിരുന്നത്? നമ്മളെ പ്രസ്ഥാനത്തിൽ പിളർപ്പ് സംഭവിച്ചത് 2002 അല്ലെങ്കിൽ 999 ആഭ്യന്തര സംഘടനാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ അതിനു മുമ്പ് മുജാഹിദായിട്ടുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ. കുറ്റിപ്പുറം സമ്മേളനം നടക്കുന്ന കാലഘട്ടത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാഹി ആശയങ്ങളുടെ ബീജാഭാവം ഇവിടെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്കൂ, ആ കാലഘട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞിരുന്നോ ഇങ്ങനെ? അന്നെന്താ പറഞ്ഞത്? ഖുർആനാണ് ഒന്നാം പ്രമാണം എന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ പറയാണ് ഖുർആനിനും സുന്നത്തിനുമിടയിൽ വിവേചനം പാടില്ല എന്ന്. അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയുമില്ല. ഖുർആനിനോളം മികച്ചു നിൽക്കുന്ന ഒന്നുമില്ല. ഖുർആനിൻ്റെ താഴെയാണ് ഹദീസുകളെ. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് ഇതിൽ എഴുതാണ്, ഖുർആനിനും സുന്നത്തിനുമിടയിൽ വിവേചനം കാണിക്കാനോ അവയെ തമ്മിൽ വേർപിരിക്കാനോ പാടില്ല. എങ്ങനെ ഇത് മനസ്സിലാക്കുക? നിങ്ങൾ ആലോചിച്ചു, ഖുർആനിനും സുന്നത്തിനും ഇടയിൽ വേർതിരിവ് പാടില്ല എന്നാണ്. ഇപ്പോൾ നമ്മൾ ഖുർആൻ ഒരു അക്ഷരം വായിച്ചാൽ, അള്ളാന്റെ റസൂൽ ഒരു ഹദീസ് ഉണ്ട്, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസന. ആരെങ്കിലും വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു അക്ഷരം പാരായണം ചെയ്താൽ അവന് നന്മയുണ്ട്. എന്നിട്ട് പറയാൻ, അലിഫ് ലാം മീം എന്നുള്ളത് അത് ഒരു അക്ഷരമല്ല, ബലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ലാം മീം എന്നുള്ളത് വ്യത്യസ്തമായ 3 അക്ഷരങ്ങളാണ്. അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്താൽ അയാൾക്ക് 30 പ്രതിഫലമാണ്. അവൻ്റെ ഇഖ്ലാസ് അതിൻ്റെ തോതനുസരിച്ച് കൂടുതൽ പ്രതിഫലം കിട്ടും. എന്നാൽ ഏതെങ്കിലും പ്രമാണങ്ങളിൽ ഒരു ഹദീസ് വായിച്ചാൽ ഇങ്ങനെ പ്രതിഫലം ഉണ്ടെന്നുണ്ടോ? അങ്ങനെ റസൂൽ പഠിപ്പിക്കുന്നുണ്ടോ? അപ്പോൾ ഖുർആനും സുന്നത്തും അത് രണ്ടും ഒന്നല്ല, രണ്ടും രണ്ട് തന്നെയാണ്. നമ്മൾ ആലോചിക്കണം. പ്രമാണങ്ങൾ അട്ടിമറിക്കാൻ വിസ്ഡം എന്ന് പറയുന്ന വിഭാഗം, അല്ലെങ്കിൽ ആ രൂപത്തിൽ കുറേ സംഘടനകളുണ്ട്. സക്കരിയ വിഭാഗം, അതുപോലെ തന്നെ സുബൈർ മങ്കട വിഭാഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ടീമുകൾ പ്രചരിപ്പിക്കുന്ന ആശയമാണത്, ഖുർആനിനും സുന്നത്തിനുമിടയിൽ വിവേചനം പാടില്ല എന്നുള്ളത്. ഇതേ പുസ്തകത്തിൻ്റെ 29-ാമത്തെ പേജിൽ ഒരു ഹെഡിങ് എന്താ അറിയോ? ഖുർആനും സുന്നത്തും തുല്യ പ്രമാണങ്ങൾ എന്നുള്ളതാണ്. തുല്യ പ്രമാണമാണ്, ഒരിക്കലുമല്ല. അള്ളാഹ് എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ്, അള്ളാഹിനെ നിങ്ങൾ അനുസരിക്കുക, എന്നിട്ടാണ് റസൂലിനെ അനുസരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഭാഗം നീട്ടുന്നില്ല. ഒട്ടേറെ അബദ്ധങ്ങളാണ്, വലിയ പ്രമാണങ്ങൾ അട്ടിമറിക്കാണ് ഈ വിസ്ഡം വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാം ഒന്ന് തന്നെയാണ്, ഹദീസും ഖുർആനും ഒന്നാണ് എന്നുള്ള വാദം ശുദ്ധമായ സംബന്ധ. കാരണം എന്താണ്? ഹദീസ് എന്ന് പറഞ്ഞാൽ അതിൽ ലഈഫ് ഉണ്ടാകും, പലതരം ഇനങ്ങളുണ്ട്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് സത്യസമ്പൂർണമാണ്. ഖുർആനിൽ അങ്ങനെ ദുർബലമായ ഒന്ന് എന്ന് ചിന്തിക്കാനേ പാടില്ല. നമ്മൾ ഈമാൻ കാര്യങ്ങളുണ്ടല്ലോ, അള്ളാഹുവിലുള്ള വിശ്വാസം, അവൻ്റെ മലായികത്തുകളിലെ വിശ്വാസം, വേദഗ്രന്ഥങ്ങളിലെ വിശ്വാസം എന്ന് പറയുന്നുണ്ടല്ലോ. വേദഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഇഞ്ചീൽ, തൗറാത്ത്, സബൂർ, ഖുർആൻ. ആ ഖുർആൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരബദ്ധവുമില്ല എന്ന് കൃത്യമായി വിശ്വസിച്ചാലേ നമ്മൾ മുസ്ലിമാകുള്ളൂ.
എന്നാൽ ആ ഖുർആൻ പോലെയല്ലേ ഹദീസ്, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഹദീസ് എന്നുള്ളത് എന്താണ്? അതിനെ പാടത്തള്ളുന്ന ഹദീസ് നിഷേധികളായ ചേകന്നൂരികൾ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അതെന്താണ്? അത് ശുദ്ധമായ അസംബന്ധമാണ്. ഹദീസ്, സഹീഹായ ഹദീസുകൾ ഇസ്ലാമിൻ്റെ പ്രമാണമാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. നിങ്ങൾ അള്ളാഹിൻ്റെ റസൂൽ കൊണ്ടുവന്ന് നിങ്ങൾ സ്വീകരിക്കുക, വെടിയാ പറഞ്ഞത് നിങ്ങൾ ഉപേക്ഷിക്കുക എന്നാ. അപ്പോൾ ഹദീസ് ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണമാണ് എന്ന് മാത്രമല്ല, ഹദീസ് സംരക്ഷണത്തിന് കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചതാരാ? കേരള നെതുവത്തുൽ മുജാഹിദീൻ മർക്കസു ദഅവ. ഇവിടെയുള്ള സഹോദരിമാർ, സഹോദരങ്ങൾ എല്ലാവരും ശരിക്കും മനസ്സിലാക്കുക, ഈ കേരളക്കരയിൽ ചേകന്നൂർ വിഭാഗവുമായിട്ട് സംവാദം നടത്തിയിട്ടുള്ളത് നമ്മുടെ വിഭാഗമാണ്. മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചിട്ട് മരണപ്പെട്ടു പോയ എ അബ്ദുസ്സലാം സുല്ലമി, അല്ലാഹു തആല അദ്ദേഹത്തിന് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹവും അതുപോലെ നമ്മുടെ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ, അവരുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വാദപ്രതിവാദമുണ്ട്. ആരോട്? ചേകന്നൂർ വിഭാഗത്തോട്. യൂട്യൂബിൽ അതിൻ്റെ ക്ലാസ്സുകളുണ്ട്, അതിൻ്റെ കംപ്ലീറ്റ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ചേകന്നൂരിൻ്റെ ആശയങ്ങൾക്കെതിരെ മറുപടി എഴുതിയതാരാ? ആദ്യമായിട്ട് ഗ്രന്ഥത്തിൽ മറുപടി എഴുതിയത് എ അബ്ദുസ്സലാം സുലമിയാണ്. എന്ന് മാത്രമല്ല, ഹദീസിൻ്റെ സമാഹാരങ്ങൾ ഇറക്കിയത് യുവതാ ബുക്ക് ഹൗസാണ്. അപ്പം നമ്മളാണ് ഹദീസ് സംരക്ഷണത്തിന് വേണ്ടി കൂടുതൽ അധ്വാനിച്ചിട്ടുള്ളത്, നമ്മളാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇവിടെയുള്ള വിസ്ഡം ടീം അവർ ഒരു കാര്യം കൂടെ പറഞ്ഞു, മൻഹജ്. അവരുടെ രീതി എന്താ അറിയുങ്ങൾ? ഏതെങ്കിലും കിതാബിലെ ഇബാറത്തുകൾ വായിക്കാൻ, എന്നിട്ട് അതാണ് പ്രമാണം എന്ന് വരുത്തി തീർക്കാം. പ്രത്യേകിച്ച് ഹംബലി മദ്ഹബിൻ്റെ അത് സലഫികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് പിൻപറ്റണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ മൻഹജ് വാദവുമായി വരുന്നത്. 2000-ന് മുമ്പ് അല്ലെങ്കിൽ 990-ന് മുമ്പ് 99-ന് മുമ്പ് കേരളത്തിൽ മൻഹജ് എന്ന് ആരും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. മൻഹജ് ഇപ്പം നമ്മൾ ഹനഫി മദ്ഹബ്, ഷാഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്, ഇങ്ങനെയുള്ള മദ്ഹബിൻ്റെ കൂട്ടത്തിൽ ഒരു സലഫി മദ്ഹബാണെന്ത് ഈ സലഫി മൻഹജ് എന്ന് പറയുന്നത്. നമ്മളതിനെതിരാണ്. നമ്മുടെ മദ്ഹബ് എന്താ? നമ്മുടെ മദ്ഹബ് എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ കിതാബും അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹീഹായിട്ടുള്ള ഹദീസുകളും അതാണ്. അതല്ലാതെ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ കിതാബുകളിലെ ഇബാറത്തല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. സ്വഹീഹായ ഹദീസുകൾ നമ്മൾ സ്വീകരിക്കും. ദുർബലമായതും അതുപോലെ കള്ള ഹദീസുകളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ തള്ളും. ഹദീസുകളെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ പോലെയല്ല ഹദീസ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അള്ളാഹിൻ്റെ വചനങ്ങളാണ്. ഹദീസുകൾ എന്ന് പറഞ്ഞാൽ അതിലെന്തൊക്കെ ഉണ്ട് അറിയങ്ങൾ? സ്വഹീഹായ ഹദീസുണ്ട്, ലഈഫായ ഹദീസുണ്ട്, അതുപോലെ മുൻകറായ ഹദീസുണ്ട്, മുർസലായ ഹദീസുണ്ട്, മുഅല്ലലായ ഹദീസുണ്ട്, മുൽതരിബായ ഹദീസുണ്ട്, മുൻകത്തിയായ ഹദീസുണ്ട്, ഷാദ്ദായ ഹദീസുണ്ട്, മൗദൂആയ ഹദീസുണ്ട്. ഇങ്ങനെ ഒരുപാട് ഇനങ്ങളാണ്. എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, അതിനെക്കുറിച്ചൊക്കെ ചില ഉദാഹരണങ്ങൾ കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. അതായത് ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള വചനങ്ങൾ 100% കളവായിട്ടുള്ള ഹദീസുകൾ, അതിനാണെന്ന് പറയാം മൗദൂആയ ഹദീസ് എന്ന് പറയാം. ഒരു ഉദാഹരണം പറയാൻ, അൽ ബാദിൻജാനു ഷിഫാഉം മിൻ കുല്ലി ദാ, വഴുതനങ്ങ ഉണ്ടല്ലോ, എല്ലാ രോഗത്തിനും ഔഷധമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നബി പറഞ്ഞു, നബിയുടെ ഹദീസാണെന്നാണ് പറയുന്നത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് അൽബാനിയുടെ സിൽസിലയിൽ കാണാം. എന്താ മൗദൂആയിട്ടുള്ള ഒരു ഹദീസിന് ഉദാഹരണം അദ്ദേഹം കൊടുത്തിട്ടുള്ളത്, ഈ മദ്ഹബിൻ്റെ ആളുകളെ, ഷാഫി മദ്ഹബിൻ്റെ ആളുകൾ ഹനഫികളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് സുബ്ഹാന മൻ ഖലഖൽ അഹ്നാഫ മിൻ നജസി എന്ന് ഉള്ള വചനം ഉണ്ടാക്കിയെന്നാണ്. ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. റസൂലുള്ള പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? ഹനഫികളെ നജസിൽ നിന്ന് സൃഷ്ടിച്ച അള്ളാഹു മഹാപരിശുദ്ധനാണ്. മനസ്സിലാക്കണം.
അപ്പോൾ ഹനഫികൾ അങ്ങോട്ടും ഹദീസ് ഉണ്ടാക്കിയ എന്താ, സയകൂനു റജുലൻ ഫീ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽ ഒരു വ്യക്തി ഉണ്ടാകും. ആ വ്യക്തി എന്ന് പറയുന്നത് യുഖാലു ലഹു മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി എന്നാണ്. വഹുവ അളറു മിൻ ഇബ്ലീസ്, അദ്ദേഹം ഇബ്ലീസിനേക്കാൾ ഏറ്റവും ദ്രോഹം ചെയ്യുന്നവനാകുന്നു. അപ്പൊ ഇങ്ങനെ കള്ള ഹദീസിൽ ഒട്ടേറെ വചനങ്ങളുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞോളൂ, ഒരു ഉദാഹരണം കൂടെ പറയാം. ജാ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വശകാ ഇലൈഹി ബിഖല്ലത്തിൽ വലദ്, ഒരാൾ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു, എന്നിട്ട് പരാതി പറയാം, എനിക്ക് കുറച്ച് മക്കളേ ഉള്ളൂ, മക്കൾ കുറച്ചേ ഉള്ളൂ, അവർ ധാരാളം മക്കളുണ്ടാകാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഫഅമറഹു ബിഅക്ലിൽ ബസ്വൽ, അദ്ദേഹത്തോട് നബി പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സവാള ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. അപ്പം അതെന്താ, കള്ള ഹദീസ് ഉണ്ടായിക്കുക. അങ്ങനെ ഇങ്ങനെ ഒരുപാടുണ്ട്. വ്യഭിചാരപുത്രൻ സ്വർഗത്തിൽ പോകൂല. നിങ്ങൾ ആലോചിച്ചപ്പോ, അള്ള നീതിമാനല്ലേ? ആണോ? അള്ള നീതിമാനല്ലേ? ഇസ്ലാം നീതിയുടെ മതമല്ലേ? അപ്പം അങ്ങനെയുള്ള നീതിയുടെ മതത്തിൽ ഇങ്ങനൊരു വചനം ഉണ്ടാവൂ? വ്യഭിചാരപുത്രൻ എന്ന് പറഞ്ഞാൽ ആ ആണും പെണ്ണും അല്ലേ തെറ്റ് ചെയ്തത്? ആ കുഞ്ഞ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? പിന്നെ എങ്ങനെ സ്വർഗത്തിൽ പോകാതിരിക്കണേ? അല്ലെങ്കിൽ എങ്ങനെ നരകാഭാഷിയാകുക? തെറ്റ് ചെയ്തവനല്ലേ കുറ്റം കിട്ടുള്ളൂ. അപ്പോൾ അത് തബ്റാനിയുടെ മുഅ്ജമിലുള്ള ഒരു വചനമാണ്. അത് ദുർബലമാണ്, ഖുർആൻ വിരുദ്ധമാണ്. ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് പ്രിയമുള്ളവരെ. ഇനി നിങ്ങൾ നോക്കൂ, 2 മിനിറ്റാണ് ഞാൻ ചുരുക്കി പറയാം. ഈ വിസ്ഡം വിഭാഗത്തിനെ പറ്റിയിട്ടുള്ള തെറ്റ് ഞാൻ പറഞ്ഞല്ലോ, വിജനമായ മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന ആള് ജിന്നുകളെയും മലക്കുകളെയും വിളിക്കുമെന്നുള്ളത്. ജിന്നുകളെ ഒക്കെ വിളിച്ചു തേടുന്ന സ്വഭാവം ആരുടേതാ? മക്കത്തെ മുശ്രിക്കുകളുടെ സ്വഭാവ. പരിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിന്റെ 56-ാമത്തെ ആയത്തുണ്ടല്ലോ, ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനി എന്നുള്ള ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായിട്ടുള്ള ഇമാം ഖുർത്തുബി, ഇമാം തബരിയൊക്കെ രേഖപ്പെടുന്ന കാര്യം എന്താ? മക്കത്തെ മുശ്രിക്കീങ്ങൾ ചിലരെ ആളുകളെ അവർ ജിന്നുകളിൽപ്പെട്ട ചിലരെ ആരാധിച്ചിരുന്നു. ആ ഒരു അന്തരീക്ഷത്തിലേക്കാണ്, ആ വിശ്വാസ വൈകല്യത്തിലേക്കാണ് ഇവർ ജിന്നിനോട് തേടാം. എൻ്റെ അടുത്ത് ക്ലിപ്പുണ്ട്, ഇതിൽ സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ കേൾപ്പിക്കുന്നില്ല. ഇതിൽ പറയാം, ഹയ്യായ ഖാദിറായ മുസ്ലിമായ ജിന്നിനോട് തേടാം എന്ന് പറഞ്ഞിരിക്കാൻ. സുബ്ഹാനല്ലാഹ്. അതുപോലെ നിങ്ങൾ നോക്കൂ, CD ടവർ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്താ പറഞ്ഞറിയെങ്കിൽ, പത്രക്കാർ ചോദിച്ചു, ഈ സിഹർ ഫലിക്കുമോ? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയൂല. ജമാഅത്തെ ഇസ്ലാമിക്കാർ പോലെ എന്താണ്, എനിക്കറിയൂല. ഒരു ആദർശ പ്രസ്ഥാനത്തിൻ്റെ, ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് അങ്ങനെ പറഞ്ഞത്. സിഹർ ഫലിക്കൂല, എനിക്കറിയൂല എന്ന് അദ്ദേഹം പറഞ്ഞത്. നഊദു ബില്ലാഹ്, സിഹർ ഫലിക്കുമോ? നിങ്ങൾ നോക്കൂ, ഒരു നാളികേരത്തിൻ്റെ പുറത്ത് കുറേ കല്ലുകളിട്ട് ആ കല്ലുകൾക്കകത്ത് ചില അക്ഷരങ്ങളും അക്കങ്ങളും എഴുതി പിന്നെ അങ്ങനെ ഊതി പിന്നെ മന്ത്രിച്ചിട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒന്നും സംഭവിക്കൂല. നമ്മുടെ വീട്ടുമുറ്റത്ത് അത് കണ്ടാൽ എന്ത് ചെയ്യണം? കാലുകൊണ്ട് ചവിട്ടണം എന്നാ പറയാനുള്ളത്. സഹോദരങ്ങളെ, ഇവിടെ സിഹിർ കൊണ്ട് കൂടോത്രം കൊണ്ടൊന്നും സംഭവിക്കൂല. നമ്മുടെ ഈ നാട്ടിൽ എത്ര പുഴകളുണ്ട്? അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ പുഴകളിലെ വെള്ളം പെട്രോളാക്കട്ടെ. എത്ര മലകളുണ്ട്? ആ മലകൾ സ്വർണ്ണാക്കട്ടെ. എന്തിനേറെ കേരള നെതുവത്തുൽ മുജാഹിദീൻ മർക്കസ് ദഅവയുടെ നേതാക്കന്മാർ കോഴിക്കോട് മുതലക്കുളത്ത് വെച്ചിട്ട് വെല്ലുവിളിച്ചല്ലോ, ലോകത്ത് പ്രഗത്ഭന്മാരായ കൂടോത്രക്കാരെ, ജ്യോത്സ്യന്മാരെ കൊണ്ടുവരട്ടെ, എന്നിട്ട് ഞങ്ങൾക്കെതിരെ സിഹർ ചെയ്യട്ടെ. എന്താരും ചെയ്യാത്തത്? ആർക്കും കഴിയൂല. ഫലസ്തീനിൽ എത്ര പ്രശ്നമുണ്ടായി. പിഞ്ചു മക്കളെ, വെന്റിലേറ്ററിൽ കിടക്കുന്ന കുഞ്ഞു കുട്ടികളെ പോലും ബോംബ് വർഷം നടത്തി കൊലപ്പെടുത്തിയില്ലേ? എന്തുകൊണ്ട് ഇസ്രായേലി സയനിസ്റ്റ് ലോബികൾക്കെതിരെ മാരണം ചെയ്യാത്തത്? എന്താ? അത് ഫലിക്കൂല, ഫലല്ല. അതാണ് വലാ യുഫ്ലിഹു സാഹിറു ഹൈതു അതാ. മാരണക്കാരൻ എവിടെ ചെന്നാലും വിജയിക്കൂല എന്നാണ്, മാരണം ഫലിക്കൂല എന്ന് എത്രയോ ആയത്തുകളുണ്ട്. 4-ാം അധ്യായം സൂറത്തുൻ നിസാ 51-ാമത്തെ വചനം, അലം തറയിലല്ലദീന ഊതൂ നസീബൻ മിനൽ കിതാബ് യുഅ്മിനൂന ബിൽ ജിബ്തി. ജിബ്തിൽ വിശ്വസിക്കുന്ന ജൂത ക്രിസ്ത്യാനികളെ എന്ന് പറഞ്ഞാൽ സിഹറിൽ വിശ്വസിക്കുന്നു എന്നർത്ഥം. അപ്പം മാരണം ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത് ജൂത ക്രിസ്ത്യാനികളുടെ വിശ്വാസമാണ്, അത് അഹ്ലു സുന്നത്തിന്റെ വിശ്വാസമല്ല.
ഖുർആനും തിരുസുന്നത്തും മുറുകെ പിടിക്കുന്ന ആളുകളുടെ വിശ്വാസമല്ല. സഹോദരങ്ങളെ, പറഞ്ഞ സമയം അവസാനിപ്പിച്ചിട്ടുണ്ട്. രണ്ട് കാര്യം വളരെ ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഇവിടെ ചില ആളുകൾ പറയാറുള്ള ഒരു കാര്യമാണ് എന്താ പറയുക, ഈ തബറുക്ക്, ബർക്കത്തെടുക്കുക, സംസത്തുനിന്ന് ബർക്കത്തെടുക്കുക, അതുപോലെ തന്നെ നബിയുടെ കുപ്പായത്തിൽ നിന്ന്, നബിയുടെ മുടിയിൽ നിന്ന് ബർക്കത്തെടുക്കുക എന്നൊക്കെ. സത്യത്തിൽ വലിയ അസംബന്ധമാണ്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അനുഗ്രഹം എന്നർത്ഥം. നമ്മൾ ആരിൽ നിന്ന് ആ ബർക്കത്ത് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ? ഹജറുൽ അസ്വദിൽ നിന്ന് ബർക്കത്ത് പ്രതീക്ഷിക്കാൻ പാടുണ്ടോ? ഇല്ല. സംസത്തിൽ നിന്ന് ബർക്കത്ത് പ്രതീക്ഷിക്കാൻ പാടുണ്ടോ? ഇല്ല. പിന്നെ എവിടുന്നാ പ്രതീക്ഷിക്കേണ്ടത്? അള്ളാഹുവിൽ നിന്ന്. എന്താ തെളിവ്? നമസ്കാരം ശരിയാവണമെങ്കിൽ അതിന് അർക്കാനുകളുണ്ട്. അതിൽ ആ 14 അർക്കാനുകളിൽ ഒന്നെന്താ അറിയോ? അവസാനത്തെ അത്തഹിയാത്ത് കഴിഞ്ഞാൽ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം, ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലണം. ആ സ്വലാത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്താ? അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവേ, മുഹമ്മദ് നബിക്ക് നീ ബർക്കത്ത് കൊടുക്കണേ. ഇവരോ ഒരു മൗലവി എന്താ പറഞ്ഞറിയങ്ങൾ? കാരന്തൂര് മർക്കസിൽ നബിയുടെ മുടിയാണെന്ന് ഉറപ്പാണെങ്കിൽ എൻ്റെ കിടിഞ്ഞ് വിറ്റിട്ടാണെങ്കിലും ഞാൻ കന്നാസ് പിടിച്ച് അവിടെ ലൈന് നിൽക്കുന്ന പറഞ്ഞത്, ക്യൂ നിൽക്കുന്ന പറഞ്ഞത്. നമ്മൾ ആലോചിക്കണം. അള്ളാൻ്റെ റസൂല് പറയാണ് ബർക്കത്ത് അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ബാരിക്, അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യണമേ, അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, മുഹമ്മദ് നബിക്കും കുടുംബത്തിനും. അപ്പോൾ അതുകൊണ്ട് ബുഖാരിയിൽ ഹദീസുണ്ട്, വൽ ബറക്കത്തു മിനല്ലാഹ്, ബറക്കത്ത് അള്ളാഹുവിൽ നിന്നാണെന്ന്. അതുപോലെ റുഖിയ ശർഇയ്യ സഹോദരങ്ങളെ, നബി ഭാര്യമാർക്ക് അസുഖം ഉണ്ടായപ്പോഴേ സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായമുണ്ട്, ബാബു റുഖിയത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ റുഖിയ. അതിലെന്താ? സംസത്തിൽ തുപ്പിയെന്നോ, സംസത്തിൽ ഊതിയെന്നോ, തേനിലൂതിയെന്നോ അല്ല, മറിച്ച് നബി ഭാര്യയുടെ തലയിൽ തടവി വലത് കൈകൊണ്ട്, എന്നിട്ട് പ്രാർത്ഥിച്ചെന്ത്? അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. സഹോദരങ്ങളെ, സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് റുഖിയ എന്ന് പറഞ്ഞാൽ രോഗം മാറാനുള്ള പ്രാർത്ഥനക്കാ പറയുക. അതിന് പ്രത്യേക മൗലവിമാരില്ല. റുഖിയ ശർഇയ്യ എന്ന് പറഞ്ഞിട്ട് അടിച്ചിറക്കുന്ന മൗലവിമാരുടെ ആവശ്യമല്ല. ജിന്ന് കയറൂല, ജിന്നിന് ദുർബോധനം നടത്താൻ അതിനേ കഴിയുള്ളൂ. മനസ്സിലായല്ലോ? അത് സൂറത്ത് ഇബ്രാഹിം 22-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് കറകളഞ്ഞ ഏകദൈവ വിശ്വാസത്തിൻ്റെയും കറകളഞ്ഞ സഹിയായ തിരുസുന്നത്തിൻ്റെയും പ്രസ്ഥാനമാണ്. ശിർക്കില്ലാത്ത ബിദ്അത്തില്ലാത്ത പ്രസ്ഥാനമാണ്. ആ 2 വജ്രായുധങ്ങൾ, നമ്മുടെ ആയുധങ്ങൾ എന്താ? അള്ളാഹിൻ്റെ കിതാബ്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഹീഹായ ഹദീസുകൾ. ഈ വജ്രായുധങ്ങൾ കൊണ്ട് നമ്മൾ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നടത്തുകയാണ്. സഹോദരങ്ങളെ, നാളെ റബ്ബിൻ്റെ കോടതിയിൽ വിജയം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടെ, ഇഖ്ലാസോടുകൂടെ, അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട്, യൗമ തുബ്ലസ് സറായിർ, രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ഒരു ദിവസം നാളെ വരാനിരിക്കുന്നുണ്ട്. ആ റബ്ബിൻ്റെ കോടതിയിൽ വിജയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, 5 നേരം കൃത്യമായി നമസ്കരിച്ചുകൊണ്ട്, ഇസ്ലാമിക സംസ്കാരം മുറുകെ പിടിച്ചുകൊണ്ട്, നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട്, നിരന്തരമായി പശ്ചാത്തപിച്ചുകൊണ്ട്, പാപമോചന പ്രാർത്ഥനകൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. പരലോക ചിന്ത എന്നും ഉണ്ടായിരിക്കുക. അല്ലാഹു തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട്, ഫളല് കൊണ്ട് ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين.